സംസ്ഥാനത്തെ വികസന കാര്യങ്ങളിൽ സംവാദം നടത്താനുള്ള വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോരിലേക്ക്. പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിച്ചിട്ട് 24 മണിക്കൂർ പിന്നിട്ടിട്ടും സ്ഥലമോ സമയമോ നിശ്ചയിക്കാത്തതിനെ പരിഹസിച്ചുകൊണ്ട് സതീശൻ രംഗത്തെത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി വെറും ഫേസ്ബുക്ക് അഭ്യാസമാണോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സംവാദത്തിന് താൻ തയ്യാറാണെന്നും എന്നാൽ എവിടെ വരണമെന്ന് മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. സംവാദമാകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു. സ്ഥലം ഏതാണ്, സമയം എപ്പോഴാണ് എന്ന് ഇതുവരെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതായിരുന്നു സതീശന്റെ പരിഹാസം. ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നത് പോലെയല്ല നേരിട്ടുള്ള സംവാദമെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് ഒരു ഡിജിറ്റൽ സംവാദമാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. താൻ ഉദ്ദേശിച്ചത് ഫേസ്ബുക്കിലെ സംവാദമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടാൽ അതിന് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതാണോ സർക്കാരിന്റെ സംവാദ ശൈലിയെന്ന് സതീശൻ ചോദിക്കുന്നു. സൈബർ ഇടങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ചർച്ചയല്ല, മറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുള്ള തുറന്ന സംവാദമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കുമായി വി.ഡി. സതീശൻ നേരത്തെ നടന്ന സംവാദം ഇതിനോട് കൂട്ടിവായിക്കുന്നുണ്ട്. വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകാനും സംവാദത്തിൽ ഏർപ്പെടാനും തോമസ് ഐസക് കാണിച്ചിരുന്ന താൽപര്യം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നാണ് സതീശൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. ഐസക്കിനെ പോലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പിണറായി വിജയനെ കിട്ടില്ലെന്നും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് മുഖ്യമന്ത്രിയുടെ പതിവെന്നും പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നത്. വെല്ലുവിളിച്ച സതീശനോട് എല്ലാ കാര്യവും ചർച്ച ചെയ്യുകയാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDF സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. സംവാദത്തിന് ഏറ്റവും നല്ല വേദി നിയമസഭയായിരുന്നുവെന്നും അവിടെ നിന്ന് ഒളിച്ചോടിയവരാണ് വെല്ലുവിളിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. വി.ഡി. സതീശന്റെ വെല്ലുവിളി സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി ഇനി സംവാദമാകാം എന്ന അടിക്കുറിപ്പോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ LDF റിപ്പോർട്ട് കാർഡ് ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് മുഖ്യമന്ത്രി വെല്ലുവിളി ഏറ്റെടുത്തത്. ഇതിനു പിന്നാലെ സമയവും സ്ഥലവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞതോടെ സംവാദം നടക്കുമോ എന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. എന്നാൽ ഇനി ഇതിൽ സംവാദമാകാം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ഇന്ന് രാവിലെ LDF റിപ്പോർട്ട് കാർഡ് നവകേരളത്തിന്റെ നട്ടെല്ലായ 10 വർഷങ്ങൾ പ്രചരണ പോസ്റ്റർ മുഖ്യമന്ത്രി പങ്കുവച്ചത്. 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് LDF റിപ്പോർട്ട് കാർഡിൽ ഉൾപ്പെടുത്തിയത്. വികസന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യ സംവാദത്തിന് തയ്യാറാകുമോ എന്ന് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ വെല്ലുവിളിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ അത്രയും പോലും 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ പണിതിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. വസ്തുതകൾ പഠിച്ചു സംസാരിക്കുന്ന തന്നെ നുണേശൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാനാണ് CPM ശ്രമിക്കുന്നത്. തന്നെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മുഖ്യമന്ത്രി നുണറായി ആണോ അതോ ഞാൻ നുണേശനാണോ എന്ന് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും സതീശൻ പറഞ്ഞിരുന്നു.